Hello, Natare. Welcome back to Anthropography. You said you weren't going to do it. I'm trying. You should have put like that. സോ ഞാനും ഡാനിയലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നേക്കാണ്. അതാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിയായിട്ടിരിക്കുന്നത്. ഡാനിയൽ സൂട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. നമ്മളുള്ളത് ചെപ്സ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ബ്രിസ്റ്റലിലെ ഓൾഡ് ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇന്നാണ് വെഡിങ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടൊരു മൂന്ന് വെഡിങ് അറ്റൻഡ് ചെയ്ത്. ഇത് മൂന്നാമത്തെ വെഡിങ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു റിലീജിയസ് വെഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ വെഡിങ് ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, എല്ലാവരുടെയും പ്രൈവസി മാനിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എൻ്റെയും ഡാനിയലിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ എടുക്കാൻ നോക്കാം. ഈ സ്ഥലങ്ങളും കാണിച്ചു തരാം. വെഡിങ് എങ്ങനെയാണ്, എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എല്ലാവരുമായിട്ടും വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ വെഡ്ഡിങ്ങിൻ്റെ ടൈം ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലീജിയസ് വെഡ്ഡിങ് ആയിരുന്നില്ല കേട്ടോ, ഇത് സാധാ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ ഒരു ഫീൽഡായിരുന്നു. ഫീൽഡിൽ ഇങ്ങനെ ഒരു പോഡിയം, അതുപോലെ എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നു. പിന്നെ വെഡ്ഡിങ് കഴിഞ്ഞപ്പം ഞാൻ ഒരുപാട് ആ വെഡ്ഡിങ്ങിൻ്റെ സെഷൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊരു കുഞ്ഞൊരു സെറിമണി ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള സെറിമണിയാണ്. നമ്മൾ ഈ ബ്രൈഡും ഗ്രൂമും വരുമ്പോൾ നമ്മളിങ്ങനെ പെറ്റൽസ് ഇങ്ങനെ എറിയും. അപ്പോൾ അങ്ങനെ ഒരു സെറിമണി ഞാൻ ഇതിന് മുന്നത്തെ 2 വെഡ്ഡിങ്ങിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സെയിം പരിപാടിയാണ്. അപ്പോൾ ബ്രൈഡ് ഗ്രൂമും വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പെറ്റൽസ് എറിയും. അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ ഉള്ള സൂപ്പർ പെറ്റൽസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എറിഞ്ഞ് കളിച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ടായി നമ്മുടെ ഫോട്ടോഗ്രാഫറും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് നടന്ന ആ ഒരു ഏരിയ. ചെയർസൊക്കെ ഇട്ടിരിക്കുന്നില്ലേ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ആ വെഡ്ഡിങ്ങിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലവും അതുപോലെ ഒരു കൈൻഡ് ഓഫ് കാസിൽ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് അവർ കൊടുക്കുന്നൊരു സ്ഥലമാണ്, ഒരു ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ മെയിൻ വെഡ്ഡിങ് ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രിങ്ക്സാണ്. അപ്പോൾ ഡ്രിങ്ക്സ് നമുക്കിങ്ങനെ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കാണും. ആ ഡൈജസ്റ്റീവ്സ് ഞാൻ കൊണ്ടുവന്നതാണ്. കാരണം ബ്രിട്ടീഷ് വെഡ്ഡിങ്സിന് എപ്പോഴും ഫുഡ് നല്ല ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാറ്, അതായത് ഒരു ഉച്ചയൊക്കെ കഴിയും നല്ല പോലെ. അപ്പോൾ ഇതുപോലത്തെ സ്മോൾ സ്നാക്സ് ആണ്. ഇതിന് കാനപ്പീസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാനപ്പീസ് ഇങ്ങനെ വരുന്നുണ്ടാവും, പക്ഷെ ഒരുപാടൊന്നും കാണില്ല. അപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആവും, 3:30 ചിലപ്പോൾ 4 മണിയൊക്കെ ആവും നമുക്ക് മെയിനായിട്ടുള്ള ഫുഡ് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഒരു 11 മണി തൊട്ട് അവിടെ ചെല്ലുന്നതാണല്ലോ, അപ്പോൾ വിശക്കും. അപ്പോൾ ഞാനിങ്ങനെ സ്നാക്സൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇതുപോലെ വന്നൊരു കാനപ്പീസാണ്. അത് പോർക്ക് ബെല്ലി ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ ഇതുപോലെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള കാനപ്പീസ് ഇടയ്ക്ക് വരും, പക്ഷേ ഒരുപാടൊന്നും വരില്ല. അതാണ് നമ്മുടെ വിഷമം. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിലാണല്ലോ മെയിൻ. നമ്മൾ ആദ്യം പോയി ഭക്ഷണം കഴിക്കും, പിന്നെയാണല്ലോ നമ്മൾ കല്യാണ ചെക്കനെ പെണ്ണെ കാണുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഡാനിയലിന് കാനപ്പീസ് കിട്ടി. അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേപ്പറിൻ്റെ ഉള്ളിലായിരുന്നു ഫുഡ് ശരിക്കും. അപ്പോൾ ആ പേപ്പറും കഴിക്കാം എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്, പക്ഷേ അത് തെറ്റായിരുന്നു. അപ്പോൾ ഡാനിയൽ ഉള്ളിലുള്ള ഐറ്റംസ് കഴിക്കുമായിരുന്നു. അതൊരു ചിക്കൻ കാനപ്പീസ് ആയിരുന്നു. അതിൽ ഒരു ചൈനീസ് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതും നല്ല രസമായിരുന്നു. ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാനപ്പീസ് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്ക്സ് കുടിക്കും. പിന്നെ എല്ലാവരുമായിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ചില്ലാക്കും അവിടെ. അപ്പോൾ ഫുഡ് കഴിക്കുന്നവരെ ഒരു കാത്തിരിപ്പാണ്. നമ്മളെ കേരളത്തിലെ കല്യാണങ്ങളൊക്കെ കൂടി നടന്ന് എനിക്ക് ഇതെല്ലാം ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിതൊക്കെ ശീലമായി. ഇപ്പോൾ മൂന്നാമത്തെ വെഡ്ഡിങ് ആണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ബട്ടർഫ്ലൈ പറന്നു പോയത്. എവിടുന്നോ വന്ന് എങ്ങോട്ടോ അത് പറന്നു പോയി. അങ്ങനെ വെഡ്ഡിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് കഴിഞ്ഞു, കാനപ്പീസ് കഴിഞ്ഞു. ഭക്ഷണം വരുന്നില്ല. ഇത് കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ആണല്ലോ, പക്ഷേ ഫുഡ് വരുന്നില്ല. ആ വിഷമത്തിൽ ഞാൻ പിന്നെയും കാനപ്പീസ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പുതിയ എക്സ്പീരിയൻസും പുതിയ ഫുഡ് ട്രൈ ചെയ്യുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഒന്നും വിടാതെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ പോയ 2 വെഡ്ഡിങ്ങുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വെഡ്ഡിങ് സൂപ്പറായിരുന്നു. ഇഷ്ടംപോലെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഇഷ്ടംമാതിരി അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഈ ലാവൻഡർ ഫീൽഡിൻ്റെയൊക്കെ നടുക്കിരുന്ന്
കാനപ്പീസൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ കുറച്ച് ആ ഫീൽഡൊക്കെ കാണിച്ചു തരാം. നിൽക്കുന്ന ബ്രൈഡ്സ് മെയ്ഡ്സും ഗ്രൂംസ്മെനൊക്കെയാണ്. അവർ ഫോട്ടോഗ്രാഫിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങ് ആ മരത്തിൻ്റെ അവിടെ ഒരു വലിയൊരു സ്വിങ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫുഡ് അവസാനം വന്നു. ടേബിൾ നമ്പർ 6 ഞാനും ഡാനിയലും പിന്നെ ഡാനിയലിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇരുന്നത്. അപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ പേരടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ കാണുന്ന ഒരു ബട്ടർ ട്രേ ആണ്. സൂപ്പറായിരുന്നു അത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെനു. അപ്പം ഞാൻ ചൂസ് ചെയ്ത അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത ഫുഡ് ആണ് എൻ്റെ മെനു കാർഡിൽ എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊക്കെ നമ്മൾ മറന്നുപോയല്ലോ. ഓഫ് കോഴ്സ് ഞാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ ഈ അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്ത ടേബിളിലായിരുന്നു നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ബ്രിട്ടീഷ് വെഡ്ഡിങ്സിൻ്റെ പ്രത്യേകത, ഒരുപാട് ആൾക്കാരൊന്നും കാണില്ല. ഒരു 100 പേര് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരുടെയും പേരും എല്ലാ ടേബിളും ഏത് ടേബിളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് വരെ സെറ്റായിരിക്കും. അപ്പോൾ ഇത് നല്ല ഫ്രഷ്ലി ഇങ്ങനെ ചേൺ ചെയ്തെടുത്ത ബട്ടർ പോലത്തെ സൂപ്പർ ബട്ടറായിരുന്നു. അതും കുറച്ച് ബ്രെഡും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ ബ്രെഡും ബട്ടറൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഡാനിയലിൻ്റെ മെനു ആണത്. ഏകദേശം എന്തൊക്കെയോ സിമിലർ ആയിരുന്നു. നമ്മുടെ സ്റ്റാർട്ടർ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ മെയിൻ കോഴ്സ് സെയിം ആയിരുന്നു, പിന്നെ ഡെസേർട്ടും നമ്മുടെ സെയിം ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടർ എനിക്ക് എൻ്റെ സ്റ്റാർട്ടർ തന്നെയാണ് ഇഷ്ടമായത്. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം എന്താണെന്ന്. അങ്ങനെ ബ്രൗൺ ബ്രെഡൊക്കെ എടുത്ത് ഞാൻ കുറച്ച് ബട്ടർ എടുക്കുകയാണ്. കുറച്ച് ബട്ടർ ഞാൻ എടുക്കാറുള്ളൂ, കാരണം ഒരുപാട് ബട്ടർ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കാരണം കുറച്ച് ബട്ടർ എടുത്ത് അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തൽക്കാലം വിശപ്പ് മാറ്റാം എന്ന് വിചാരിച്ചാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്ന കാനപ്പീസൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ സ്നാക്സ് എടുക്കണം. എന്നെപ്പോലെ ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട്. Dan, I know you don't have cholesterol, but you don't have to do this. You looked at me, I looked at you too. You looked at me. ഡാനിയൽ അങ്ങനെ ബ്രെഡ് കൂട്ടി ബട്ടർ കഴിച്ച പോലെയായിരുന്നു അത്. എന്തായാലും ഞാൻ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റിംഗ് ഒക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അടിപൊളി ഫാൻസി ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിൾ നമ്പർ 6. പിന്നെ നമുക്ക് പലതരം വൈൻ ഗ്ലാസ്, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്, ഓൾ കൈൻഡ്സ് ഓഫ് ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് ഡാനിയൽ റെഡ് വൈൻ കുടിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ രണ്ടും വൈൻ ആൾക്കാരല്ല, പക്ഷേ എന്നാലും ഞങ്ങൾ വൈനൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. റെഡ് വൈനും വൈറ്റ് വൈനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷാമ്പെയിനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മോസ്റ്റ്ലി വൈറ്റ് വൈനാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാലും എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ സ്റ്റാർട്ടർ വന്നു. ആ ചിരി എന്തിനാന്ന് വെച്ചാൽ ഡാനിയലിന് പൊതുവേ ടൊമാറ്റോ, ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ വെറുതെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അവൻ വിചാരിച്ചത് ഡ്രൈഡ് ആയിട്ടുള്ള ടൊമാറ്റോ ആയിരിക്കും എന്നാണ്. അപ്പോൾ അവൻ്റെ സ്റ്റാർട്ടർ നോക്കിയപ്പം ഫുള്ള് തക്കാളി മാത്രമായിരുന്നു. അത് കണ്ട് ചിരിച്ചൊരു വഴിയായി. പക്ഷേ എൻ്റെ സ്റ്റാർട്ടർ അത് സമയം അത്യാവശ്യം വലിപ്പമുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടറായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ മെനു കാർഡിൽ ആദ്യം പറയുന്നുണ്ടായിരുന്നു. അതിൽ ഫില്ലിംഗ് ഉള്ള ഒരു ഡിഷായിരുന്നു. അത് സൂപ്പറായിരുന്നു. അതൊരു വെജിറ്റേറിയൻ ഡിഷായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് ഫുള്ളായെന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കാനപ്പീസും ഞാൻ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ച് ഏകദേശം സെറ്റായിരുന്നല്ലോ. ടൊമാറ്റോ കഴിച്ച ആ ഒരു സന്തോഷം ഡാനിയലിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഡാനിയലും കുറച്ച് കൊടുത്തു. പിന്നെ അതുപോലെ അവിടെ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നു. സെലിബ്രേറ്റിംഗ് വിത്ത് അസ്, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററും പിന്നെ ആ ഡേറ്റും. അത് ആക്ച്വലി ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഇവിടുത്തെ വെഡ്ഡിങ്ങുകളിൽ കാണുന്ന ഐറ്റംസാണ്. പിന്നെന്താണ്, പിന്നെ മെനുവിൽ കഴിച്ച ചൊറീസോ, പിന്നെ വേറെന്തോ ഒരു സാധനം,
പിന്നെ വേറെ എന്തോ ഒരു സാധനം. ഇതായിരുന്നു എൻ്റെ സ്റ്റാർട്ടർ. മെയിൻ കോഴ്സ് ഫിഷായിരുന്നു ഞാൻ പറഞ്ഞത്. ഹേക്ക് എന്ന് പറഞ്ഞ ഫിഷാണ്. ഫിഷ് എനിക്കിവിടെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അവിടെ ബീഫ് ഓർഡർ ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്ലേറ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേസ്ഡ് ബീഫായിരുന്നു അതും സൂപ്പറായിരുന്നു. അപ്പോൾ ഞാനും ഡാനിയലും ഹേക്കായിരുന്നു ഓർഡർ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഫിഷ് സൂപ്പറായിരുന്നു. അതിങ്ങനെ ഒരു ഗാർലിക് ക്രീമി ആയിട്ടുള്ള സോസായിരുന്നു. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഇഷ്ടംപോലെ സെർവ് ചെയ്യും. അപ്പോൾ ബ്രോക്കലി ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടേറ്റോസ്, വെജ് പൊട്ടേറ്റോസും ബേബി ക്യാരറ്റ്സുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മെയിൻ കോഴ്സ് സൂപ്പറായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് വയറ് ഫുള്ളായി. എന്നാൽ പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനും ഡാനിയലും കൂടെ ഫീൽഡ് വരെ ഒന്ന് നടക്കാൻ പോയി. അപ്പോൾ അവിടെ ഫീൽഡിലൊരു സ്വിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് നടക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ലൊക്കേഷൻ, ആക്ച്വൽ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് നടക്കാം, എന്നാലേ നമുക്ക് ഡെസേർട്ട് കഴിക്കാനുള്ളൊരു സെറ്റപ്പിലോട്ട് വരൂ. കാരണം നമ്മൾ ഒരുപാട് ഫുഡും ഡ്രിങ്ക്സും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മന്ദം ഞാൻ നടന്ന് പോയി നമ്മൾ സ്വിങ് വരെ നടക്കാനാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് വീഡിയോസും നമുക്കിങ്ങനെ ലൊക്കേഷൻ്റെ എടുക്കാമല്ലോ. അപ്പോൾ അതായിരുന്നു പ്ലാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിരുന്നു. ഇവിടെ വെഡ്ഡിങ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, അതുപോലെ ഭയങ്കര ഇൻറ്റിമേറ്റുമാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ലാതെ അവരുടെ പ്രൈവസിയിൽ ഏറ്റവും അടുത്തറിയുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സെറമണി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അടിപൊളിയൊരു സ്വിങ് ഉണ്ടായിരുന്നു മരത്തിൽ. നിങ്ങളെല്ലാം വിചാരിക്കാൻ ഞാൻ കള്ള് കുടിച്ച് കിറങ്ങിയിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കിറങ്ങിയിരുന്നത്. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായി ആ സമയമായപ്പോഴേക്കും. അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയത്. സമ്മർ കൈൻഡ് ഓഫ് വെഡ്ഡിങ്, ഓഗസ്റ്റിലായിരുന്നു ഈ വെഡ്ഡിങ്, ഓഗസ്റ്റ് എൻഡിലോട്ട്. അപ്പോൾ അത്യാവശ്യം തണുപ്പ് കുറവായിരുന്നു. പിന്നെ ഈ കാണുന്ന അതായിരുന്നു മെയിൻ ലൊക്കേഷൻ. അവിടെ ഒരു ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വെഡ്ഡിങ് ബ്രൈഡ് ആൻഡ് ഗ്രൂം താമസിച്ചതും. അതുപോലെ അവിടെ ബാറും ഡ്രിങ്ക്സിനുള്ള സ്ഥലം, ഈ കാണുന്ന ഗ്ലാസ് ക്യാബിനറ്റ്, അതിൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനായിരുന്നു. പിന്നെ ഈവനിങ് വരെ, നമ്മൾ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു. വൈകിട്ടാവുമ്പം പിന്നെ ബാക്കി പരിപാടികളാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് വയറൊക്കെ ഒന്ന് ഒതുക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഡെസേർട്ട് എത്തി. അപ്പോൾ ഡെസേർട്ടിലുണ്ടായിരുന്നത് 3 കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ്. ഒന്ന് ടോഫി പുഡിങ്, പിന്നെ ഒന്ന് ലെമൺ ടാർട്ട്, പിന്നെ വേറൊന്ന് ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ ഈ 3 ഐറ്റംസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ ലെമൺ ടാർട്ട് ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുക എന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. ടോഫി പുഡിങ് ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല. പക്ഷേ എനിക്ക് ടോഫി പുഡിങ് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ലെമൺ ടാർട്ട് എനിക്ക് വലിയ ഇഷ്ടമായതുമില്ല. അങ്ങനെ ഡാനിയൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതാണ് ടോഫി പുഡിങ്. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഷുഗർ ഭയങ്കര ഓവർലോഡായിരുന്നു. ഞങ്ങൾ രണ്ടും ആ ടൈമിൽ നല്ലപോലെ ഡയറ്റ് ചെയ്ത് സെറ്റായി, വെയിറ്റൊക്കെ കുറച്ച് ടൈമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഷുഗർ കഴിച്ച ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒട്ടും കുറവ് വരാതെ മാക്സിമം കുത്തിക്കയറ്റി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇവിടെ ഡാനിയലിൻ്റെ ഫ്രണ്ട്സ് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ തന്നെ സെറ്റ് ചെയ്തൊരു ഗെയിമായിരുന്നു. അപ്പം കാണുന്ന അവിടെ ഒരു ഓട്ടയുണ്ട്. അപ്പം എന്തോ ഒരു വെയ്റ്റഡ് ആയിട്ടുള്ളൊരു ചാക്ക് പോലത്തെ ഒരു സാധനം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു കളിക്കുന്നൊരു കളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കലാവിരുത് കാണുന്നത്. ഞങ്ങൾ പിന്നെയും ഊഞ്ഞാലിൻ്റെ അവിടെ വരെ നടന്ന് നല്ല വടമൊക്കെ വെച്ച് നല്ല വലിയൊരു മരത്തിലാണ് ഊഞ്ഞാൽ കെട്ടിയിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്വിങ് ആയിരുന്നു. ഡാനിയൽ അതിലിരുന്ന് ഉരുണ്ട് വീഴേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫീൽഡിൽ കൂടെയൊക്കെ നടന്നു. കാരണം ഭക്ഷണം കഴിച്ചതൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ. അപ്പോൾ അങ്ങ് ദൂരെ ബ്രിസ്റ്റോളിൻ്റെ പാലവും അതുപോലെ ആ റിവറും കാണാൻ പറ്റും. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീൽഡിൻ്റെ അവിടെ നമ്മൾ സന്ധ്യ ആവുന്ന ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 4 മണിക്ക് എന്തുമായിരുന്നു നമ്മുടെ ഫുഡ് ഡിന്നർ.
അതിൻ്റെ ഇടയ്ക്കാണ് ഡാനിയലിൻ്റെ യൂഷ്വൽ പരിപാടി ജിയോ ക്യാഷ് ഹണ്ടിങ്ങിന് നമ്മളൊന്ന് ഇറങ്ങിയത്. അതിൻ്റെ ആ ഡെസ്റ്റിനേഷൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ജിയോ ക്യാഷ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് തപ്പിയെടുത്തേക്കാന്നും പറഞ്ഞ് ഞാനും പോയി. ജിയോ ക്യാഷ് ഇവിടെ UK ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ട്രഷർ ഹണ്ട് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ജിയോ ക്യാഷും കിട്ടി. ഡാനിയലിന് അത് ആപ്പിൽ ലോഗിൻ ചെയ്യാനും പറ്റി. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ജിയോ ക്യാഷിനെ പറ്റി നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടില്ലെങ്കിൽ എൻ്റെ പഴയ യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ജിയോ ക്യാഷ് തപ്പിറങ്ങുന്ന വീഡിയോസൊക്കെ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കൂ. അങ്ങനെ ഇങ്ങനത്തെ ഇതുപോലത്തെ കുറേ ഫീൽഡ്സൊക്കെ സൈഡിലുള്ള ഒരു ഡെസ്റ്റിനേഷനായിരുന്നു. നമുക്ക് ദൂരെ ആ റിവർ കാണാം. പിന്നെ ഞാൻ എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്തോട്ട് തന്നെ പോയി. അപ്പുറത്തെ ഗേറ്റ് തന്നെയാണ് വെഡ്ഡിങ് നടക്കുന്ന ആ ലൊക്കേഷൻ. അതിൻ്റെ സൈഡിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പഴയ കോട്ടേജൊക്കെ ഉണ്ടായിരുന്നു. ഇനി കണ്ട ഇതിലേ നമുക്ക് എൻട്രി ഇതാണ് അതിൻ്റെ പേര്, നമ്മുടെ പ്ലേസിൻ്റെ പേര്, വെഡ്ഡിങ് പ്ലേസിൻ്റെ പേര്. അപ്പോഴും ഫ്രണ്ട്സൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, സോ അങ്ങനെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇനി ഇവിടെ ഇവരുടെ ഡാൻസും, ബ്രൈഡ് ആൻഡ് ഗ്രൂം ഡാൻസ് ചെയ്യും. ഡാൻസ് കഴിയുമ്പോൾ പാർട്ടിയാണ്, എല്ലാവരും ഡാൻസൊക്കെ കളിക്കും. പിന്നെ കുറച്ച് ഫുഡും കൂടെ കാണുമായിരിക്കും. പിന്നെ രാത്രി വരെ ഫങ്ഷൻ കാണും. 10 മണി മാക്സിമം വരെ എന്തായാലും ഫങ്ഷൻ കാണും. പിന്നെ അപ്പം അത്രയൊക്കെയുള്ളൂ. ഭയങ്കര സിമ്പിൾ ആൻഡ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ്സ് ആണ് ഇവിടുത്തെ ബ്രിട്ടീഷ് വെഡ്ഡിങ്സ്. പക്ഷേ ഈ വെഡ്ഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബ്രൈഡ് കുറച്ച് ഐറിഷ് എത്നിസിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. അതുപോലെ ഗ്രൂമിൻ്റെ ഫാദർ ഇറ്റാലിയൻ, മദർ ബ്രിട്ടീഷും അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ചൊരു മിക്സ്ഡ് എത്നിസിറ്റി ഉള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇനി എല്ലാവരും ഭയങ്കര ചില്ലായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഗെയിമൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിട്ടൊരു ഈവനിങ് ആയിരിക്കും. ഭയങ്കര ഈസി ആയിട്ട്. പിന്നെ വെതർ അത്യാവശ്യം നല്ലതാണ്, മഴയൊന്നുമില്ല, കുറച്ച് തണുപ്പായി വരുന്നുണ്ട്. ഞാൻ ജാക്കറ്റൊന്നും എടുക്കാതെയാണ് വന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇനി ഞാനും പോയി ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ വായി നോക്കി നടന്നപ്പോഴാണ് നമ്മൾ ഈ ഐറ്റം അവിടെ കണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ഫോട്ടോസ് എടുക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ 2 തവണ ട്രൈ ചെയ്തു. ആദ്യം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു ട്രൈ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒറ്റയ്ക്കുള്ളതും കൂടെ എടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ അത് നമുക്ക് 2 കോപ്പി കിട്ടും. അപ്പോൾ ഒരെണ്ണം നമ്മൾ അവിടെ ഒട്ടിച്ചിട്ട് അവർക്കുള്ള വിഷസും കൂടെ നമ്മൾ എഴുതി സൈൻ ചെയ്ത് വെക്കും. ഒന്ന് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഫ്രിഡ്ജിൻ്റെ മാഗ്നറ്റൊക്കെ വെക്കുന്ന അവിടെയൊക്കെ വെക്കാം. അപ്പോൾ ഞങ്ങളിത് അടുത്ത ഫോട്ടോ എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു, പോസ് ചെയ്തു, അങ്ങനെ ആദ്യത്തെ ഫോട്ടോ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് സംസാരിക്കായിരുന്നു. വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഷ്യലി നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നൊരു സെറിമണി ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നാറ്. കാരണം നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കും, പരിചയമുള്ളവർ, പരിചയമില്ലാത്തവർ എല്ലാവരോടും സംസാരിച്ചിരിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നതായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ഡാൻസ് തുടങ്ങി. ഒരു രക്ഷയില്ല, എല്ലാവരും വൻ ഡാൻസായിരുന്നു. ഫസ്റ്റ് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഡാൻസ് കളിക്കും. പിന്നെ അവിടെയുള്ള എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനെ ആ രാത്രി തീരുന്നവരെ അവിടെ ഡാൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായി. അങ്ങനെ ഒരു അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് പിസ്സയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും പിസ്സയൊക്കെ കഴിച്ച് പിന്നെയും കുറേ ഡാൻസ് കളിച്ച് ചില്ലാക്കുന്നുണ്ടായിരുന്നു.
മണിക്കൂറുകളോളമുള്ള ആ ഒരു ഡാൻസ് ഈവനിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ രാത്രി നമ്മളവിടെ ഒരു 12:30 വരെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. തിരിച്ചെനിക്ക് തോന്നുന്നു ഒരു മണി എന്തോ ആയി വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ ഈ ബ്രിട്ടീഷ് വെഡ്ഡിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.